പെട്ടകവും കൃപാസനവും. ആർക്ക് ആൻഡ് ദ മേഴ്സി സീറ്റ്. പഴയ നിയമത്തിൽ ഇത് കാണുവാൻ നിവൃത്തിയില്ലായിരുന്നു. ഒരിക്കലും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷെ അവർ കൊതിച്ചു കാണും. ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. അദ്ദേഹം കയറുമ്പോഴും അവിടെ കാഴ്ച മൂടിക്കൊണ്ടാണ് കയറുന്നത്. ആദ്യം ലേവ്യർ 16 വായിച്ചാൽ ധൂപകലശം എടുത്തുകൊണ്ട് വന്ന് ധൂപം നിറച്ച ശേഷമാണ് ഇങ്ങനെ നേർക്ക് നോക്കത്തില്ല, സൈഡിലോട്ട് നോക്കി കയറത്തുള്ളൂ. ഇതിനകത്ത് നോക്കിയിട്ടുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്, നോക്കാൻ നിവൃത്തിയില്ല. പഴയ നിയമത്തിൽ ഇത് എന്താണ്, എങ്ങനെയാണെന്ന് അവർക്ക് നോക്കാൻ ഒരു നിവൃത്തിയുമില്ല. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്? യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ ഇതിനെ മൂടിയിരുന്ന തിരശ്ശീല, വെയിൽ, തൻ്റെ ദേഹമെന്ന തിരശ്ശീല കയറി. എന്നിട്ട് നമ്മോട് ആവശ്യപ്പെട്ടു, അടുത്തു വരികയാണ്. അഹരോനോട് പറഞ്ഞു, മരിക്കാതിരിപ്പാൻ എപ്പോഴും എൻ്റെ അടുക്കൽ വരരുത്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കേട്ട ശബ്ദം, എൻ്റെ അടുക്കൽ വരികയാണ്. സഹോദരന്മാരെ, മഹാപുരോഹിതന്മാർ പോലും അവിടെ കയറിയില്ല. നമ്മളെപ്പോഴും ഇവിടെ വായിച്ചു, എന്താണ് ഈ പെട്ടകം? ഈ പെട്ടകം ഖദർമരം കൊണ്ടുണ്ടാക്കുകയാണ്. നമ്മൾ വായിച്ചു, ഖദർമരം കൊണ്ടുണ്ടാക്കി അകവും പുറവും സ്വർണം കൊണ്ട് പൊതിയുകയാണ്. പുറം മാത്രമല്ല, അകവും തങ്കം കൊണ്ട് പൊതിയുകയാണ്. അതിൻ്റെ കാലുകളിൽ 2 വളയം 2 വശത്തുമുണ്ട്. ഖദർമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നു പൊതിഞ്ഞ് അതൊരിക്കലും ഊരാൻ പാടില്ല, അതിൽ തന്നെ വെച്ചേക്കണം. ദൈവം അത് ആവശ്യപ്പെട്ടു. എന്താണ് ഒരു ആർക്കെന്ന് പറഞ്ഞാൽ, ഒരു പെട്ടകം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ചെസ്റ്റ് ഓർ കോഫർ. മൂടികൊണ്ട് അടച്ചിരിക്കുന്ന ഒരു പെട്ടിക്കാണ് കോഫർ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പഴയ വീടുകളിലൊക്കെ കാലിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് പെട്ടികളുണ്ടായിരുന്നു. അതിനൊക്കെ കോഫർ എന്നാണ് പറയുന്നത്. എ ചെസ്റ്റ് എന്നും പറയും. ആഭരണങ്ങളും വിലപ്പെട്ട വസ്തുക്കളും മറ്റും സൂക്ഷിച്ചിരുന്നത് ഇതുപോലുള്ള പെട്ടിക്കകത്താണ്. ഇതുപോലുള്ള പെട്ടിക്ക ബൈബിളിൽ വായിച്ചാൽ 4 ഇതുപോലുള്ള പെട്ടകത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 4 എണ്ണം. ഞാനത് ഓടിച്ചങ്ങ് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല. 1 നോഹയുടെ പെട്ടകം, നോഹാസ് ആർക്ക്. ഉൽപ്പത്തി 6:13 തൊട്ട് 14 വരെ. ഉൽപ്പത്തി 6:13 തൊട്ട് 14. നോഹയുടെ പെട്ടകം 8 നീതിമാന്മാരെ ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് സൂക്ഷിച്ചു. ഉൽപ്പത്തി 6:13 തൊട്ട് 14. 2 മോശയുടെ ആർക്ക്, മോസസ് ആർക്ക്. പുറപ്പാട് 2:3. ഒരു ബേബി മോസസിനെ, രാജാവിൻ്റെ കോപത്തിൽ നിന്ന് ഒരു ബേബി മോസസിനെ രക്ഷയായി തീർന്നു ആ പെട്ടി, മോസസ് ആർക്ക്, മോശയുടെ പെട്ടകം. 3 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുറപ്പാട് 25:10 വാക്യം, ഖദർമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. 4 അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ കാണാം. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചിട്ട് പറയാം. 13-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം, 13:52. അവനവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടിലുള്ള സദസ്യനാകും. ഇംഗ്ലീഷ് വായിച്ചാൽ എങ്ങനെയാ? ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹൗസ് ഹോൾഡർ വിച്ച് ബ്രിങ്ങത്ത് ഫോർത്ത് ഔട്ട് ഓഫ് ഹിസ് ട്രഷർ ചെസ്റ്റ് എന്ന, ഔട്ട് ഓഫ് ഹിസ് ചെസ്റ്റ്, തൻ്റെ നിക്ഷേപപ്പെട്ടിയിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കും. അത് പുതിയ നിയമത്തിൽ ശിഷ്യനായി തീർന്ന ശാസ്ത്രിയുടെ പെട്ടിയിൽ 2 നിക്ഷേപം വെച്ചിട്ടുണ്ട്. വിശദമാക്കാതെ ഞാൻ പറയാം. പഴയ നിയമവും പുതിയ നിയമവും 2 നിക്ഷേപം. പുരാതന കാലത്ത് മിക്ക വീടുകളിലും ഇതുപോലുള്ള പെട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് ആൻസെസ്റ്റർ, അതായത് പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിലപ്പെട്ട സാധനങ്ങൾ അവർ സൂക്ഷിച്ചിരുന്നു. അവർ വില കൊടുത്ത് മേടിച്ച വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. അവരുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ, അവരോട് വളരെ സ്നേഹിതർ വരുമ്പോൾ ഈ പെട്ടി കൊണ്ടുവന്ന് തുറക്കുമായിരുന്നു. ഈ സാധനങ്ങളൊക്കെ എടുത്ത് അവരെ കാണിക്കുമായിരുന്നു. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ മത്തായി 13 നമ്മൾ ഓർത്തതും 52-ാം വാക്യത്തിലെ ഔട്ട് ഓഫ് ഹിസ് ട്രഷർ, ഔട്ട് ഓഫ് ഹിസ് ചെസ്റ്റ്, ഔട്ട് ഓഫ് ഹിസ് കോഫർ, തൻ്റെ കയ്യിലുള്ള നിക്ഷേപ പെട്ടിയിൽ നിന്ന് പുതിയ നിയമത്തിൽ ശിഷ്യനായി തീർന്ന ശാസ്ത്രി മറ്റുള്ളവർക്ക് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കും. പുതിയതും പഴയതും. നമ്മളിപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് പഴയതിൽ നിന്ന് എടുത്തു കൊടുക്കുക, പുതിയതും പഴയതെന്ന് എടുത്തു കൊടുക്കും. 2 നിക്ഷേപം നമ്മളെ ഏൽപ്പിച്ചു. നമുക്ക് ഓർക്കാം, വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുകയാണ്. ഇവിടെ ദൈവം സമാഗമന കൂടാരം പണിയാൻ പറഞ്ഞപ്പോൾ ആദ്യം ദൈവം ഉണ്ടാക്കാൻ പറഞ്ഞ ഫർണിച്ചർ ഇതാണ്, ഈ പെട്ടകമാണ്. ഫസ്റ്റ് ദൈവം പറഞ്ഞത്. നമ്മൾ സാധാരണ വീട് പണിതിട്ടാ ഫർണിച്ചറൊക്കെ മേടിക്കുന്നത്. വീട് പണിതിട്ടാ
ഫർണിച്ചർ മേടിക്കുന്നത്. ദൈവം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്കൊരു ആലയം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ഫർണിച്ചർ പറഞ്ഞാ പിന്നെ വീടുണ്ടാക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഫസ്റ്റ് വാസ് അതിലാദ്യം പറഞ്ഞത് ഈ പെട്ടകമാണ്. നോക്കുക, ഈ സാങ്ച്വറിയുടെ ഇതിൻ്റെ സത്തെന്ന് പറയുന്നത് ഈ പെട്ടകമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ അടപ്പ്, കൃപാസനം ഇതിൻ്റെ മുകളിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. ആശ്ചര്യമായി അവനോട് പ്രത്യക്ഷം. ഇതിൻ്റെ അകത്ത് 3 സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. മന്നയിട്ട് വെച്ച പാത്രം, അഹരോന്റെ തളുത്ത വടി, മോശയ്ക്ക് എഴുതിയ കൽപ്പലകൾ, 10 കൽപ്പന എഴുതിയ കൽപ്പലകൾ. ഈ 3 സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് അത് അടച്ചിരിക്കുകയാണ്. എന്നാൽ ഹെരോദ രാജാവ് പുതുക്കപ്പെടുന്ന ദേവാലയം, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഹെരോദ രാജാവ് പുതുക്കപ്പെടുന്ന ദേവാലയത്തിൽ ഈ പെട്ടകമേ ഇല്ലായിരുന്നു. നമ്മളത് ആലോചിച്ച് നോക്കണം. ഹെരോദ രാജാവിൻ്റെ ദേവാലയം, അതിൻ്റെ വിലാപം അതിലാണ് ഇന്നുള്ളത്. ഈ പെട്ടകമേ ഉണ്ടായിരുന്നില്ല. സെറിമണീസൊക്കെ ഉണ്ട്, അവിടെ ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ദൈവം ആദ്യം ഉണ്ടാക്കാൻ പറഞ്ഞ പെട്ടകം അവിടെ ഇല്ലായിരുന്നു. ഇനിയും ഈ പെട്ടകം നമ്മുടെ കർത്താവിനെ കാണിക്കുന്നു. ഖദരമരം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, യേശുക്രിസ്തുവിൻ്റെ ചിത്രമാണ്. മനുഷ്യനായിത്തീർന്ന ദൈവപുത്രൻ, അകവും പുറവും, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്, സ്വർണം കൊണ്ട് പൊതിയ. ഹിസ് ഇൻവേർഡ് ആൻഡ് ഹിസ് ഔട്ട്വേർഡ്. ഈ സ്വർണം അവൻ്റെ ദൈവത്വത്തെ കാണിച്ചു. അവൻ്റെ ചിന്താഗതികളും അവൻ്റെ ബാഹ്യമായ പ്രകടനങ്ങളും. ശമരിയക്കാരത്തെ സ്ത്രീയോട് സംസാരിക്കുന്നു. അവൻ ക്ഷീണിച്ചിട്ട് ഒരു കിണറിൻ്റെ അരികിൽ ഇരിക്കുകയാണ്. പക്ഷെ അവളോട് പറഞ്ഞു, ഒരിക്കലും ദാഹിക്കാതിരിപ്പാൻ ഞാൻ നിനക്ക് വെള്ളം തരാം. അവൻ ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷെ നിത്യമായി പൊങ്ങി വരുന്ന വെള്ളം കൊടുക്കുവാൻ അവൻ തയ്യാറാണ്. രണ്ടാമത് നമുക്കറിയാം, ആ ഗലീല കടലിൽ ശിഷ്യന്മാരോടുകൂടെ അവൻ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ അവിടെ ഉറങ്ങിയാണ് ക്ഷീണിച്ച്. കൊടുങ്കാറ്റ് വരുന്നു, അവൻ്റെ വാക്കിൽ അത് ശാന്തമായി. ഹിസ് ഡിവിനിറ്റി ആൻഡ് ഹിസ് ഹ്യൂമാനിറ്റി, അവൻ്റെ മനുഷ്യത്വം ദൈവത്വം നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയുന്നു. ഈ പെട്ടകം ഖദരമരവും അകത്തും പുറത്തും പൊന്നുമാണ്. ഹീസ് ട്രൂ മാൻ ആൻഡ് ഹീസ് ട്രൂ ഗോഡ്. അവൻ്റെ ശുശ്രൂഷകൾ അത് വായിക്കുന്നു. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ട് മാത്രം ആളുകൾ അനേകം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളിങ്ങനെ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, അവൻ മനുഷ്യൻ, വെറും മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചപ്പോൾ ഇത് അവൻ ദൈവമായി നടന്നു വരുന്നു. ദൈവമാണെന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അവൻ മനുഷ്യനായി നടന്നു വരുന്നു. ഹീസ് മാൻ ആൻഡ് ഗോഡ്. ക്ഷീണിച്ച മനുഷ്യനായി തലവെച്ചുറങ്ങുമ്പോൾ അവൻ ദൈവമായി കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ശമരിയക്കാരത്തെ സ്ത്രീയുടെ അരികിൽ ക്ഷീണിച്ച് കിണറ്റിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ അവളോട് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന വെള്ളം കൊടുക്കുവാൻ അവൻ തയ്യാറാകുന്നു. ഹീസ് ഗോഡ് ആൻഡ് ഹീസ് മാൻ. ഇത് ഖദരമരവും ഇത് തങ്കം കൊണ്ട് അകവും പുറവും പൊതിഞ്ഞിരിക്കുകയാണ്. എത്ര മനോഹരമായ ചിത്രമാണെന്ന് നോക്കുക. ഇവിടെ എടുത്തു പറഞ്ഞു അതിൻ്റെ 11-ാം വാക്യം, അത് മുഴുവൻ തങ്കം കൊണ്ട് പൊതിയണം, അകത്തും പുറത്തും പൊതിയണം, അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കം ഉണ്ടായിരിക്കണം. there should be a crown of gold. നോക്കുക, ഈ പെട്ടകം ഇങ്ങനെയാണ്, അതിൻ്റെ പുറത്ത് എ ക്രൗൺ ഓഫ് ഗോൾഡ്, തങ്കം കൊണ്ടൊരു ക്രൗൺ ഉണ്ട്. ഇത് 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, 1.5 മുഴം ഉയരം. ഈ മേശ 1.5 മുഴം ഉയരമാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ടത് 1.5 മുഴം ഉയരമുള്ള പെട്ടകത്തിൽ. വിശുദ്ധന്മാർ അതിൻ്റെ മുന്നിൽ കൂട്ടായ്മ ആചരിക്കുന്നത് 1.5 മുഴം ഉയരമുള്ള മേശയിൽ. സെയിം ലെവൽ, സ്പിരിച്വൽ ലെവൽ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ വെളിച്ചത്തിലായിരിക്കണം. അതിന് 11-ാം വാക്യത്തിൽ ക്രൗൺ ഓഫ് ഗോൾഡ്. ഇന്ന് അവൻ ആരാണ്? എബ്രായർ 2:9 വായിക്കുന്നു, അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. ക്രൗൺ വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ. 4 വളയങ്ങൾ, 2 ഈ വശത്തും 2 ആ വശത്തും. ഇത് കർത്താവിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നതായിട്ട് ദൈവഭക്തന്മാർ വായിക്കുന്നു. ഒരു ഭാഗം ദൈവത്തോടുള്ള ബന്ധത്തിലും ഒരു ഭാഗം മനുഷ്യനോടുള്ള ബന്ധത്തിലും. ദൈവത്തിൻ്റെ ഭാഗം നീതിയും വിശുദ്ധിയും, മനുഷ്യൻ്റെ ഭാഗം ദൈവത്തിൻ്റെ കൃപയും സത്യവും, ഗ്രേസ് ആൻഡ് ട്രൂത്ത്. നോക്കുക, ഇതിൻ്റെ മധ്യത്തിൽ മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ പുത്രൻ, ഇതിൻ്റെ മധ്യത്തിൽ ഈ കൃപാസനം. ഇനി നമുക്ക് ആ കൃപാസനത്തെ നോക്കാം. അതിന് 17 വാക്യം ഒന്ന് നോക്കിയാട്ടെ. പുറപ്പാട് 25:17 വാക്യം. തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിൻ്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴമായിരിക്കണം. 2.5 മുഴം നീളം,
1.5 മുഴം വീതി പെട്ടകത്തിൻ്റെ അളവ്. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കെരൂബുകൾ കൃപാസനത്തിന് 2 അറ്റത്തും അടുപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാകും. കെരൂബുകൾ കൃപാസനത്തിന് ഉള്ളവയായി അതിൻ്റെ 2 അറ്റത്തും ഉണ്ടാകണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറകുകൾ കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകൾ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം. ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യപ്പെട്ടതിനകത്ത് വെക്കണം. സാക്ഷ്യപ്പെട്ടകത്തിനകത്ത് വെക്കണം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനാകും. കൃപാസനത്തിൽ നിന്ന് സാക്ഷ്യപ്പെട്ടതിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരുളി ചെയ്യും. ഇതിന് മധ്യത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇവിടെ 1-2 കാര്യം പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഈ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. ഈ കൃപാസനത്തിനൊരു എക്സ്ട്രാ ഓർഡിനറി പേരാണ് മേഴ്സി സീറ്റ് എന്നതിന് പറയുന്നത്. മേഴ്സി സീറ്റ്, കൃപാസനം. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ്. എൻ്റെ നാട്ടിലെ വീട്ടിൽ ഒരു പഴയ വേദപുസ്തകം ഇരിപ്പുണ്ട്. ചിലപ്പോൾ അത് വായിക്കാൻ രസമാണ്. സങ്കീർത്തനം 1 എടുത്ത് വായിക്കാൽ ദുഷ്ടന്മാരുടെ ആസനത്തിലിരിക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ആ ദുഷ്ടന്മാരുടെ ഇരിപ്പിടത്തിലിരിക്കാന്നുള്ള ദുഷ്ടന്മാരുടെ ആസനത്തിലിരിക്കുക. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമെന്നാണ്. കൃപാസനം, കൃപാസനം, മേഴ്സി സീറ്റ്. ഇതിന് കൊടുത്ത പേര്, ഇറ്റ്സ് നെയിം ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി നെയിം. ഇറ്റ് ഈസ് നോട്ട് എ സീറ്റ്. ഇതൊരു ഇരിപ്പിടമല്ല. ഇതിന് പക്ഷേ പേര് കൊടുത്തിരിക്കുന്ന ഇരിപ്പിടം എന്നാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ലിഡ്. ഇതൊരു അടപ്പ, പെട്ടകത്തിൻ്റെ അടപ്പ. പക്ഷെ ദൈവം അതിന് പേര് കൊടുത്തത് ആസനം എന്ന, കൃപാസനം. എന്തിനാ അങ്ങനെ പേര് കൊടുത്തത്? നമ്മൾ ഈ സമാഗമന കൂടാരം പഠിക്കുമ്പോൾ ഒരു ഇരിപ്പിടവുമില്ല അതിനകത്ത്. അവിടെ സ്റ്റൂളുമില്ല, ഒന്നും ഇരിക്കാൻ ഒരു നിവൃത്തിയില്ല. അവിടുത്തെ ശുശ്രൂഷ എങ്ങനെയാണ് നടക്കുന്നത്? പുരോഹിതന്മാരെ കൂറുകളായി തിരിച്ചിരിക്കുക, 24 കൂറാക്കിയിരിക്കുക. ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ ശരിക്കു പറഞ്ഞാൽ റിലേ പോലെയാണ്. നിന്ന് ശുശ്രൂഷിക്കുന്നു. അവർ മാറുമ്പോൾ അടുത്ത സെറ്റ് വരുന്നു, അവർ മാറുമ്പോൾ അടുത്ത സെറ്റ് വരുന്നു. അവരാരും ആ ദേവാലയത്തിൽ ഇരിക്കത്തില്ല, ഇരിക്കാൻ ഒരു ഇരിപ്പിടവുമില്ല. അവരുടെ ശുശ്രൂഷകൾ റിലേ ആയിട്ട്. എന്നാൽ ബൈബിള് വായിക്കുമ്പോൾ ഒരാൾ ഇരുന്നതായി വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 11 എടുത്തേ, ഒരാൾ ഇരുന്നതായി വായിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ മഹത്വം ഓർത്തേ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സസ് 11 and 12. ആ ഇഷ്ടത്താൽ, എബ്രായലേഖനം 10:11-12, ആ ഇഷ്ടത്താൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരത്താൽ വിശദീകരിക്കപ്പെടുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങൾക്ക് പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിഞ്ഞിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് he sat down. അവൻ യാഗമർപ്പിച്ചിട്ട് ഇരുന്നു. ഇന്ന് അവൻ ഇരിക്കുന്നു. പഴയ നിയമ ഏടുകളിൽ പുരോഹിതന്മാരാരും ഇരുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, പാപത്തെ മൂടുവാൻ അറ്റോൺമെന്റ് ആണ് അവർ നടത്തിയത്. അറ്റോൺമെന്റ് ഞാൻ എടുത്തു. പുതിയ നിയമത്തിൽ അറ്റോൺമെന്റ് എന്നുള്ള വേർഡ് ഇല്ല. ഓ, എന്താ ദൈവത്തിന്റെ വചനം! പ്രായശ്ചിത്വം എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ഇല്ല. റോമലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അറ്റോൺമെന്റ് എന്നല്ല, റിക്കൺസിലിയേഷൻ എന്നാണ് ഭാഷാന്തരത്തിൽ വന്ന ഒരു പെശക. പഴയ നിയമത്തിൽ പാപത്തെ മൂടിയെങ്കിൽ പുതിയ നിയമത്തിൽ പാപത്തിന് അവൻ പരിഹാരം വരുത്തി, പാപത്തെ ചുമന്നൊഴിച്ചു. നമ്മുടെ പാപത്തെ മൂടി വെക്കുകയല്ല, പാപം ഇനി ഓർക്കാതെ വണ്ണം നമ്മോട് അകറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അറ്റോൺമെന്റ് എന്നുള്ള വേർഡ് കാണാത്തത്. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ബൈബിള് ദൈവത്തിൻ്റെ ദൈവവിശ്വാസ്യമാണെന്ന് ആ ഒറ്റ വാക്കിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഇവിടെ നമ്മൾ വായിച്ചു, പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരുന്നു. നമ്മൾ ഓർക്കുക, ഐ എം ആൽഫ ആൻഡ് ഒമേഗ. ആൽഫ ആൻഡ് ഒമേഗ താമ്രയാഗപീഠത്തിൽ കാൽവറി ക്രൂശിൻ്റെ ചിത്രമാണ്. അവിടെ വന്ന് കൃപാസനത്തിൽ അവനാണ് ഒമേഗ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ വരുന്നത് അകൃത്യയാഗം കൊണ്ട് വരുന്നു, അവസാനം അത് ഹോമയാഗത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഓ, എന്തൊരു പഠനമാണെന്ന് നോക്കിയേ. പാപം ചെയ്തു, എനിക്ക് പാപത്തിന് പരിഹാരം വരണം, അകൃത്യം ചെയ്തു. മനുഷ്യൻ ദൈവത്തോട് അടുക്കുന്നത് അകൃത്യത്തോളം ബന്ധത്തില. അവസാനം ആരാധനാത്മകമായി ബേൺഡ് ഓഫറിങ്ങിലേക്ക് കടന്നു പോകുന്നു.
അതേ ചിത്രമാണ് ഇവിടെയും നമ്മൾ വായിക്കുന്നത്. ഇറ്റ് ഈസ് മോർ ദാൻ എ സീറ്റ്. ഈ സീറ്റിന് കൊടുത്ത പേര് കൃപാസനം, മേഴ്സി സീറ്റ്. മേഴ്സി സീറ്റ്. നമ്മളോട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മേഴ്സി കിട്ടുകയല്ല, ഇവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ജനത്തോട് കരുണ കാണിക്കുകയാണ്. ഹി ഷോയിങ് മേഴ്സി, ഹിസ് മേഴ്സി നോട്ട് ത്രൂ അവർ അക്കംപ്ലിഷ്മെന്റ്. നമ്മുടെ എന്തെങ്കിലും നേട്ടം കൊണ്ട് നമ്മളോട് കരുണ കാണിക്കുകയല്ല, അവൻ നമ്മളോട് കരുണ കാണിക്കുകയാണ്. ആ കരുണ എങ്ങനെയാണ് കാണിച്ചത്? ഇനിയും ഒരു നിമിഷം ഒന്ന് ഓർക്കണം. ഇതിനകത്ത് 3 സാധനങ്ങൾ വെച്ചിരിക്കുക. കൽപ്പലക. ആ കൽപ്പലകൾ മനുഷ്യൻ പാപം ചെയ്തും പൊട്ടിച്ചു, വീണ്ടും അത് എഴുതി വെച്ചു. നോക്കണം, ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും എഴുതിയിട്ടുണ്ട്. ഞാനത് പ്രത്യേകം നമ്മൾ ഓർക്കുക. ഈ കൽപ്പലയുണ്ടല്ലോ, നമ്മൾ ഓർക്കാതെ ഈ കൽപ്പല ഒരു വശത്തല്ല എഴുതിയിരിക്കുന്നത്, 2 വശത്തും എഴുതിയിട്ടുണ്ട്. പുറപ്പാട് ദിവസം 32:15 ചോദിക്കുക, അങ്ങനെയാണോ? 32:15 വാക്യം നോക്കി. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി സാക്ഷ്യപലക 2 അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവും ഇരുവശവും എഴുതിയിരുന്നു. 2 വശത്തും എഴുതിയിട്ടുണ്ട്. ഇതാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എങ്ങനെയുള്ളതാ? ഇരുവായ്ത്തലയുള്ള വാളാ. ഈ പലക ഇങ്ങനെ പിടിച്ചാലും മനുഷ്യനോട് സംസാരിക്കും. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയിട്ടുണ്ട്, 2 വശത്തും എഴുതിയിട്ടുണ്ട്. ഇരുവായ്ത്തലയുള്ള വാള. ഇത് 2 വശത്തും എഴുതിയിരിക്കുക. ഇത് മനുഷ്യൻ ലംഘിച്ചു. മനുഷ്യൻ ഇത് അനുസരിപ്പാനോ ഇത് കീപ്പ് ചെയ്യാനോ നിവൃത്തിയില്ല. ഇതിനകത്ത് വെക്കാൻ ദൈവം പറഞ്ഞു. മന്നയിട്ട് വെച്ച പാത്രം ആ മരുഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തു. ആ മന്ന ദൂതന്മാരുടെ ആഹാരം കൊടുത്തു. അവർക്ക് ശക്തി ലഭിക്കുവാൻ, അവർക്ക് ബലം ലഭിക്കുവാൻ, അവർക്ക് പോഷണം ലഭിക്കുവാൻ, മരുഭൂമിയിൽ അവർക്ക് യാത്ര ചെയ്യുവാൻ, ആ കാലാവസ്ഥയോട് എതിർത്ത് നിൽപ്പാൻ അവർക്ക് ശക്തി പകരുന്ന ആഹാരം കൊടുത്തു. അവർ പറഞ്ഞു, ഈ വെറും ആഹാരം, നിസ്സാരമായ ആഹാരം ഞങ്ങൾക്ക് എന്തിന്? ദൈവം കൊടുത്ത ആഹാരത്തിനെതിരെ പിറുപിറുത്തു. എടുത്തു വെക്കാൻ പറഞ്ഞു ഒരു പാത്രത്തിൽ. അത് ദൈവം അഹ്റോനെ എഴുന്നേൽപ്പിച്ചു. ഇന്നും സഭയിലൊക്കെ അങ്ങനല്ലേ? ദൈവം ആരെങ്കിലും എഴുന്നേൽപ്പിച്ചാൽ അവർക്കെതിരായിട്ട് ശബ്ദം ഉയർത്തുകയാണ്. ദൈവം എഴുന്നേൽപ്പിച്ച മനുഷ്യൻ്റെ അടയാളമാണ് ആ തളിർത്ത വടി. അത് അതിനകത്ത് വെക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ 3 സാധനങ്ങളുണ്ടല്ലോ, ഈ കൽപ്പലകൾ മനുഷ്യനെതിരായിട്ട് സംസാരിക്കുന്നു. ആ പന്നയിട്ട് വെച്ച പാത്രം മനുഷ്യനെതിരായി സംസാരിക്കുന്നു. ആ തളിർത്ത വടി മനുഷ്യനെതിരായി സംസാരിക്കുന്നു. കൽപ്പലകൾ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു. മന്നയിട്ട് വെച്ച പാത്രം മനുഷ്യൻ ദൈവത്തിൻ്റെ ആഹാരത്തെ നിസാരമായി കണ്ടു. ആ തളിർത്ത വടി ദൈവം കൊടുത്ത നേതൃത്വത്തെ മനുഷ്യൻ ലംഘിച്ചു. അതിൻ്റെ പുറത്ത് 2 കെരൂബുകൾ കുനിഞ്ഞു നോക്കുകയാണ്. ദേ ആർ ഗാർഡിയൻ ഏഞ്ചൽസ്. മരിക്കണം, മനുഷ്യൻ മരിക്കണം. ഒരു കെരൂബ് മറ്റേ കെരൂബിനോട് പറയാ, ഇവൻ മരിക്കണം. ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലം മനുഷ്യൻ എത്തി നോക്കുവാൻ നിവൃത്തിയില്ല, മരിക്കണം. പക്ഷെ വർഷത്തിലൊരിക്കൽ അഹരോൻ, ലേവ്യർ 16-ാം അധ്യായം, പരിഹാരമായി, ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ആടിനെ അർപ്പിച്ച് അതിൻ്റെ ചോരയും കൊണ്ട് അകത്ത് കയറും. ആ ചോര ഇവിടെ തളിക്കും. ആ ചോര ഈ കൃപാസനത്തിൽ ഇവിടെ തളിക്കും. ഈ കരൂപുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ മറുതലിപ്പ്, മനുഷ്യൻ ദൈവത്തിൻ്റെ നേതൃത്വത്തെ ലംഘിച്ചു, മനുഷ്യൻ ദൈവം കൊടുത്ത ആഹാരം ലംഘിച്ചു. പക്ഷെങ്കിൽ മനുഷ്യൻ മരിക്കണം. ഇവിടെ മരണം സംഭവിച്ചു. ആ ചോരയോടെ വീണു. ന്യായാസനം കൃപാസനമായി മാറി. ദൈവത്തിൻ്റെ നീതിക്ക് ഭംഗം വരാതെ മനുഷ്യനോട് നീതിയോട് കൃപ കാണിപ്പാൻ കഴിയുമ്പോൾ ഇതിന് പേര് കൊടുത്തു മേഴ്സി സീറ്റ്, കൃപാസനം. നാം എബ്രായലേഖനത്തിൽ വായിക്കുന്നു, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിലേറ്റവൻ കരേറിപ്പോയി സ്വന്തം രക്തം കൊണ്ട്. ആ രക്തം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വാദിക്കുന്നു. ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മോടുള്ള അവൻ്റെ കൃപ എത്ര വലുതാണ്. ദാവീദ് പ്രാർത്ഥിച്ച നമുക്കറിയാം. 23-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കൃപാസനം. അതിൻ്റെ മധ്യത്തിൽ വിശുദ്ധനായ ദൈവം, നീതിമാനായ ദൈവം. ആ ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്നോട് നിങ്ങളോട് കരുണ കാണിക്കുന്നത്, ദൈവപുത്രൻ നമുക്ക് വേണ്ടി കാൽവറി കുരിശിൽ ചോരയർപ്പിച്ച് അവൻ അതിൻ്റെ ശേഷം ഇരുന്നു എന്ന് വായിക്കുമ്പോൾ
പഴയ നിയമത്തിൽ റിലേ പോലെ അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അവൻ പാപത്തിന് പരിഹാരം വരുത്തിയതുകൊണ്ട് അവൻ ഇരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു ചിന്ത. യെസ്, ഒരു ഭാഗം കൂടെ എടുക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം കൂടെ എടുക്കാം. ഈ പഠനം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. മോശെ ദൈവം പർവ്വതത്തിൽ വിളിച്ചു കയറ്റി ഈ സമാഗമന കൂടാരത്തിൻ്റെ പണികളൊക്കെ കാണിച്ചു കൊടുത്തു. ദൈവം ആത്മാവിനെ നിറവുള്ള ബെസലേലിനെയും ഒഹ്ലിയേലിനെയും അത് പണിക്ക് വേണ്ടി നേതൃത്വം കൊടുത്തൊരുക്കി. ആത്മനിറവുള്ളവർ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. ദൈവത്തോടുള്ള സ്നേഹം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. 6 മാസമേ ആയുള്ളൂ അവർ സീനായി പർവ്വതത്തിൽ വന്നു. ഈജിപ്റ്റ് വിട്ടിട്ട് 6 മാസമേ ആയുള്ളൂ. 6 മാസമായപ്പോൾ അവർക്ക് അതിൻ്റെ സ്കെച്ച് ദൈവം കൊടുത്തു. 6 മാസം കൊണ്ട് അവർ പണി തീർത്തു. 6 മാസം കൊണ്ട് ഇതിൻ്റെ മുഴുവൻ പണി അവർ തീർക്കുവാൻ ഉത്സുഹിതരായി. ആദ്യ സ്നേഹത്തിൽ അവർ കത്തി ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. സ്വമേധയായി അവർ കൊടുത്തു. 6 മാസം കൊണ്ട് അവർ പണി തീർത്തു. മോശെ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു 16-ാമത്തെ വാക്യം. അതിൻ്റെ അവസാനം യഹോവ തന്നോട് കൽപ്പിച്ച പോലെ ഒക്കെയും അവൻ ചെയ്തു. 19-ാം വാക്യത്തിൻ്റെ അവസാനം യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 21-ന്റെ അവസാനം യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 23-ന്റെ അവസാനം യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 25 യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 27 യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 29-ന്റെ അവസാനം യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 32-ന്റെ അവസാനം യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. 33 അവൻ തിരുനിവാസത്തിന് യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി, പ്രാകാരവാതിലിനും മറശ്ശേലി ഉണ്ടാക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് മോശയ്ക്ക് അകത്ത് കിടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേല്യരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഓ, യഹോവ മോശയോട് കൽപ്പിച്ച പോലെ തന്നെ. യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ അളവുകൾക്കും അതിൻ്റെ ഉപകരണങ്ങൾക്കും അതിൻ്റെ ഡയമെൻഷനും അതിൻ്റെ മെറ്റീരിയൽസിനും ഒന്നും ഒരു വ്യത്യാസം വരാതെ ദൈവം കൽപ്പിച്ച പോലെ മോശ ചെയ്തു. ദൈവത്തിൻ്റെ നിവാസപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. മോശയ്ക്ക് പോലും കടക്കുവാൻ കഴിയാതെ സമാഗമന കൂടാരം ദൈവമേ തേജസ് കൊണ്ട് നിറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, പുതിയ നിയമം തിമോഥെയോസിൽ നമ്മൾ വായിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ദൈവസഭ. എന്തിനാണ് നമുക്ക് ഉപദേശം തന്നത്? തിരുവചനത്തിൽ വായിക്കുന്നു, കൃത്യമായി ആചരിപ്പാൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. ഈ ഉപദേശത്തിനൊക്കെ പ്രാധാന്യത കൊടുത്ത് ഇതൊക്കെ നമ്മൾ കൃത്യമായി ആചരിക്കുമ്പോൾ മോശ ദൈവത്തോടുള്ള ഭക്തി മൂലം, അവർ ദൈവത്തോടുള്ള അനുസരണം മൂലം യാതൊരു വ്യത്യാസം വരാതെ അത് കൃത്യമായി ആചരിച്ചതുപോലെ ഞാൻ ഇന്ന് ഓർപ്പിക്കട്ടെ, പുതിയ നിയമസഭയുടെ പണിയിൽ കൃത്യമായി ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഉപദേശത്തിൻ്റെ പ്രാധാന്യത അതുകൊണ്ടാണ്. ദൈവസഭ അവൻ പറഞ്ഞ പോലെ പണിതിരുന്നെങ്കിൽ, അവൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നെങ്കിൽ തേജസ് കൊണ്ട് നിറഞ്ഞേനെ. നാം അവനെ സ്നേഹിക്കുന്നെങ്കിൽ നമുക്കത് ചെയ്യുവാൻ കഴിയും. ഇവിടെ ഞാൻ നിർത്തട്ടെ. സമാപന കൂടാരത്തെക്കുറിച്ച് ഏതാണ്ടൊരു അവലോകനം നമ്മൾ നടത്തി. കൂടുതലായി പഠിക്കുവാനും ധ്യാനിപ്പാനും ദൈവം ഈ പഠനം നിങ്ങളെ ഇടയാക്കട്ടെ. അവൻ്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടട്ടെ. എല്ലാ മഹത്വം കർത്താവിൻ്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. അവന്